നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോ അത് എന്റെ നെഞ്ചിലാ കൊള്ളുന്നത്. പോട്ടെ, അമ്മ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ നീ ക്ഷമിക്ക്. ആ, ക്ഷമിച്ചിരിക്കുന്നു. ചേച്ചി ചേച്ചി പോയി ഫ്രഷ് ആവ്. അമ്മ വിഷമിക്കണ്ട, ഞാനും അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ. പാവ എന്റെ മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അമ്മേ, ദേ ഇങ്ങനെ മാറ്റി മാറ്റി പറയല്ലേ. നിനക്ക് രക്ഷപ്പെടണോ അല്ലടാ? ഇപ്പൊ നിന്നെ കെട്ടിയിട്ടിട്ടില്ല, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആവാം. നന്ദനോട് കാണിച്ച അഭ്യാസമില്ലേ, അത് നീ എന്നോട് എടുത്താലേ ഒന്നു മോനെ നീ തീർന്നു. ഒന്നാമത് നീ മരണപ്പെട്ടവനാ അല്ലേ? അതുകൊണ്ട് നിന്നെ കൊന്നാലും അത് നന്ദന്റെ തലയിലേ പോകൂ. നീ നന്ദനെ കൊടുക്കാൻ വേണ്ടി മരണം അഭിനയിച്ചവനാണെങ്കിൽ എടാ, ഞാനേ യഥാർത്ഥത്തിൽ ഒരാളെ തീർത്തവനാ. അപ്പോഴേ നിനക്ക് ആ പേടിയും ബഹുമാനവും വേണം എന്റെ മുന്നിലിരിക്കുമ്പോ, മനസ്സിലാടാ? നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നത്? നീ എന്തിനാ ദുബായിക്ക് കടക്കാൻ ശ്രമിച്ചത്? നന്ദനൊരു പണി കൊടുക്കാനല്ലേ? അപ്പൊ നിനക്കൊരു പണി തരാമെന്ന് ഞാനും കരുതി. എയർപോർട്ടിൽ നിന്ന് അങ്ങ് പൊക്കി. നിങ്ങൾ സീരിയൽ നടനായിരുന്നില്ലേ? നന്ദന്റെ കൂട്ടുകാരനാണല്ലേ? പിന്നെ ഞാനേ നന്ദന്റെയും കൂട്ടുകാരനാ, ഇപ്പോ നിന്റെയും കൂട്ടുകാരനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കേ സമയമാകുമ്പോ ഒക്കെ മനസ്സിലാവും. നിനക്ക് ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യം കൂടി ഞാൻ പറയട്ടെ. എന്റെ കൂടെ നന്ദനും ഉണ്ട്, ഞങ്ങളിപ്പോ ഒരുമിച്ചാ. അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ ആഹാ, പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കുന്നേ? അവൻ യഥാർത്ഥമായിട്ട് നിന്നെ തീർക്കും. എടാ, എന്ന് വെച്ചാലേ നീ ഈ ചെകുത്താനും കടലിനും നടുവില. നന്ദൻ കടല്, ഞാനേ ചെകുത്താനും. പ്ലീസ്, നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. എന്നൊന്ന് വിട്ടയക്ക്. ആഹാ, അളിയച്ചാര് ഭയങ്കര ഉദാരമതിയാണല്ലോ. ഇവിടുന്ന് വിട്ടയച്ചാ ചോദിക്കുന്ന എന്തും തരാന്ന്. ശരി, നിന്നെ വിട്ടയക്കാം. പക്ഷേ നിന്റെ ജീവൻ തരാവോ? പറ്റില്ലല്ലേ? എടാ, നിന്നെ വിട്ടയച്ച മോനെ നീ എന്തും തരാന്നല്ലേ പറഞ്ഞേ? പക്ഷെ നിന്നെ വിട്ടയക്കാതിരുന്ന അതിലും കൂടുതൽ തരാൻ ആളുണ്ട്. അപ്പോ ചേട്ടൻ ഇറങ്ങട്ടെ. നിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. മുരുക സർ, നമ്മുടെ ചെറുക്കനെ നന്നായിട്ട് നോക്കിക്കോണം. ശരി സർ. ശരി ചേട്ടാ, ചേട്ടാ പ്ലീസ് എന്നൊന്ന് വിട്ടയക്ക്. ഞാൻ കാല് പിടിക്കാം. കാല് പിടിക്കുന്നു? എടാ, അമ്മയും മോനും കൂട്ടുകാരും ചേർന്ന് ഒരു കുടുംബത്തിനെ കരയിക്കലടാ. എടാ, അതിനൊക്കെയുള്ള കൂലി നീ അനുഭവിച്ചിട്ട് പോയാൽ മതി. എടാ, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ അങ്ങനെ നീ ശ്രമം നടത്തിയ മോനെ നിന്റെ ജീവിതം അവിടെ തീർന്നു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിക്കണ അവിടെ. ചേട്ടാ, ചേട്ടാ ഇങ്ങോട്ട് വാടാ. അടങ്ങി നിക്കണ. ഉണ്ടോ വാടാ അവനെ.
മായ്ക്കാത്ത തെറ്റാ നിന്നോട് ചെയ്ത പലതും. ക്ഷമിച്ച് ക്ഷമയുടെ അവസാനാ എന്നെ വിട്ട് നീ പോയത്. പക്ഷെ ദേവി, നിന്നെ ആദ്യമായി കണ്ടതു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ നീയാ. നീ എന്നല്ല, നീ മാത്രമാണ്. എടി ചേച്ചി, എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഒരു ജീവിതത്തിൽ മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കുന്നല്ലേ? അത് നേരാ. ഇപ്പൊ ചേച്ചിയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നന്ദേട്ടനും നിങ്ങളുടെ ജീവിതമൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനെ കുറിച്ചും ഞാൻ വെറുതെ ചിന്തിച്ചെന്നേ ഉള്ളൂ. ചേച്ചിയുടെ മനസ്സിലിപ്പോ എന്താണെന്ന് ഒന്ന് തുറന്നു പറയോ? നന്ദേട്ടനെ ഓർത്തുള്ള സങ്കടമാണോ? അതോ ഇസബെല്ലയുടെ കാര്യം ആലോചിച്ച് ദേഷ്യമാണോ? അതും അല്ലെങ്കിൽ എല്ലാം കൂടി ആലോചിച്ച് ജീവിതം തന്നെ മടുത്തു തുടങ്ങിയോ? ഒരു ശരാശരി മനുഷ്യൻ എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടോ അതൊക്കെ എനിക്കും കാണില്ലേ ശാരി? ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ലല്ലോ. സങ്കടം വരുമ്പോ കരയും, സന്തോഷം വരുമ്പോ ചിരിക്കും, ദേഷ്യം വരുമ്പോ വഴക്കിടും. എല്ലാം എനിക്കും ഉണ്ടാവില്ലേ? ചേച്ചി വിഷയം വളച്ചൊടിച്ചു കൊണ്ടുപോണ്ട. ചോദിച്ചതിന് ഡയറക്റ്റ് ഉത്തരം പറയണം. പുറമേക്ക് കാണുന്നതല്ലല്ലോ ഉള്ളില്. ഈ നെഞ്ച് പിടയ്ക്കുന്നില്ലേ? വിവാഹം കഴിഞ്ഞതിന്റെ അടുത്ത നാളുകളിൽ ഒരു നിമിഷമെങ്കിലും നന്ദേട്ടനെ കാണാതിരുന്ന ചേച്ചിക്കൊരു ധൈര്യക്കുറവോ വിഷമോ ഒക്കെ ഉണ്ടാവും. രാത്രി ഏറെ വൈകിയും നന്ദേട്ടൻ വരുന്നത് വരെ ചേച്ചി ഉണർന്നിരിക്കും. അന്ന് കുറച്ചു നേരത്തേക്കാണെങ്കിലും മൂഡ് സിങ്സ് വന്നാ എന്നോടും മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെടും. ഇപ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? നിനക്കല്ലേ എന്നെ കുറിച്ചെല്ലാം അറിയാവുന്നത്. നീ തന്നെ പറയട്ടെ. ചേച്ചിയുടെ മനസ്സിൽ നന്ദേട്ടനെ കുറിച്ചുള്ള ചിന്തകളാ. നന്ദേട്ടൻ എവിടെയാണെന്ന് അറിയാതെയുള്ള വിഷമോ ആദ്യമൊക്കെ തീ പിടിച്ച് കിടക്കുക മനസ്സിൽ. ഇസബെല്ലയുമായിട്ടുള്ള സംഭവങ്ങൾ നന്ദേട്ടന് മനഃപൂർവ്വം സംഭവിച്ചതല്ല, ഇസബെല്ല കുടുക്കിയതാണെന്ന് ചേച്ചിക്കിപ്പോ നല്ല ബോധ്യമുണ്ട്. അതുകൂടിയായപ്പോ നന്ദേട്ടനോടുള്ള സ്നേഹം ചേച്ചിക്ക് പഴയതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. നന്ദേട്ടനോട് ദേഷ്യപ്പെട്ടതും അകന്നു നിന്നതും ഒക്കെ തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം ഇപ്പൊ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു അല്ലേ? പുറമേ കാണിക്കാതെ ചേച്ചി കരയുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ ചേച്ചി? നിന്റെ മനസ്സിലെ തോന്നലുകൾ ഞാനായിട്ടില്ലാതാക്കുന്നില്ല. അത് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഔദാര്യമൊന്നും വേണ്ട. അതാണ് സത്യം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ? നന്ദേട്ടനെ കാണാതായത് ഒരു കണക്കിന് ചിന്തിച്ചാൽ നന്നായി. എന്താ നീ പറയുന്നേ? ചേച്ചിയുടെ മനസ്സിൽ നന്ദേട്ടനുള്ള സ്ഥാനം തിരിച്ചു വന്നു തുടങ്ങിയല്ലോ. സത്യം പറഞ്ഞ നന്ദേട്ടനെ നന്ദേട്ടന്റെ പാട്ടിന് വിട്ടേക്കാനാ ഞാനീ അടുത്ത സമയം വരെ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കും ഇപ്പൊ നന്ദേട്ടനോട് പാവം തോന്നുക. സത്യം.
ഈശ്വര, നന്ദേട്ടൻ ഇപ്പൊ എവിടെ ആയിരിക്കും എന്തോ. നന്ദേട്ടൻ തിരിച്ചു വരാൻ ഞാനും ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി. ഗിരി, ആരാത്? ഗിരി, ആ വരുന്നു. ആരാന്ന്? അയ്യോ, ഗിരി, എടുത്തി എടുത്തി ഞാൻ അയ്യോ, അയ്യോ, അയ്യോ രജനിയാണല്ലോ. ഗിരി, എന്താ എന്താ രജനി? എന്താ എന്താ മോളെ? എന്താ എന്താ മോളെ? പറയാം അമ്മേ. അവിടെ ഗിരി, അവിടെ ഗിരി, അവിടെ. അപ്പച്ചി, എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ട് വന്നത്? അപ്പച്ചി, ഞാൻ ജയിലിൽ ചാടിയൊന്നും അല്ല. ഗിരിയേട്ടാ, ഗിരിയേട്ടാ, ഈ വീടിന്റെ പടി ചവിട്ടാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നേ? ഗിരിയേട്ടാ, ഞാൻ ഗിരി, ഈ കോമ്പൗണ്ടിൽ കയറിയ നിന്റെ കാലം വെട്ടും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. ഗിരിയേട്ട എന്നെ തല്ലിക്കോ? തല്ലിയാലും കൊന്നാലും ഞാൻ എതിർക്കാൻ നിൽക്കില്ല. അതെ, നിന്റെ വാചകടിയൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോ. ഗിരിയേട്ട, ഇറങ്ങി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗിരിയേട്ട, അപ്പച്ചി, അപ്പച്ചി, ഗിരിയേട്ട, എനിക്ക് പോടാ അവിടുന്ന്, ഇല്ലെങ്കിൽ ചവിട്ടി കൂടിഞ്ഞ. ഗിരിയേട്ട, പോടാ, ഗിരി, എനിക്ക് പോടാ. അപ്പച്ചി വിട്ടേ. ഗിരിയേട്ട എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ, കൊന്നോട്ടെ. പറഞ്ഞത് പോടാ. ഗിരിയേട്ട, 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 ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്.
കിരീട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പൊയ്ക്കോളാം. അപ്പച്ചി, അപ്പച്ചി എന്നോട് ക്ഷമിക്ക്, എനിക്ക് ആരുമില്ല. ആരുമില്ല അപ്പച്ചി. അച്ഛനും അമ്മയൊക്കെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പച്ചി മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നോട് പൊറുക്കണേ അപ്പച്ചി. പ്രകാശേ, നീ അഭിനയം നിർത്തി പോവാൻ നോക്ക്. അപ്പച്ചി, എനിക്കാരുമില്ല. എന്റെ സങ്കടം പറയാൻ ആരുമില്ല. അപ്പച്ചി, വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല. നീ അഭിനയം നിർത്തി പോവാൻ നോക്കണം. ഗിരി, കിരീട്ടാ, പരോള് കിട്ടി പുറത്തിറങ്ങിയതാ ഞാൻ. സാധാരണ തടവ് പുള്ളികൾക്ക് പരോള് കിട്ടുമ്പോ അവരെ കൂട്ടിക്കൊണ്ടു പോവാൻ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. പക്ഷേ എനിക്കറിയായിരുന്നു എന്നെ കാത്ത് ജയിലിന് പുറത്ത് ആരും ഉണ്ടാവില്ല എന്ന്. ദൂരെ എങ്ങോട്ടെങ്കിലും പോകാമെന്നാ ഞാൻ ആദ്യം കരുതിയ. പക്ഷെ അങ്ങനെ ഒളിച്ചു പോകുന്ന പോലെ എവിടെയെങ്കിലും ചെന്ന് താമസിച്ചാ എന്റെ നിരപരാധത്തെ ഞാൻ നിങ്ങളെ അങ്ങനെ അറിയിക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ച് നിങ്ങൾ വന്ന് കണ്ടിട്ട് മതി എങ്ങോട്ടെങ്കിലും പോവാനെന്ന്. നീ എന്താ പറഞ്ഞ? നിരപരാധിന്നോ? ഗിരി വേണ്ട. അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ, നിരപരാധി പോലും. ഒരു പാവം പെൺകൊച്ചിനെ കൊന്നിട്ട് അവൻ നിരപരാധി എന്ന്. ഗിരി, എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ഈ ലോകത്ത് ഗിരിയേട്ടനും അപ്പച്ചിയും മാത്രമേ ഉള്ളൂ. ഓ, ഇപ്പതാ എടത്തിയും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. നീ ഒന്നും പറയണ്ട, കേട്ടെടുത്തോളൊക്കെ മതി. എന്തായാലും ഞങ്ങളെ കാണണമെന്ന് തോന്നി, കണ്ടു. ഇനി സ്ഥലം വിട്, പോടാ. ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി കൂട്ടുവേ. ഗിരി, എനിക്ക് പറയാനുള്ളത് ഗിരിയേട്ടനോടും അപ്പച്ചോടും അല്ല, ഏട്ടത്തിയോടാ. ചില കാര്യങ്ങൾ ഏട്ടത്തി അറിയേണ്ടതുണ്ട്. ഏട്ടത്തിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയാണല്ലോ ഞാൻ കൊന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അറിയിക്കണം. നിനക്ക് എന്താണ് അറിയിക്കാനുള്ള? ഒക്കെ കോടതി പറഞ്ഞു കഴിഞ്ഞല്ലേ, ഞങ്ങൾക്ക് കേൾക്കണ്ട. എന്തായാലും അവൻ പറയട്ടെ ഗിരി. എനിക്കത് അറിയിക്കണം ഗിരിയേട്ട. ഏട്ടത്തി പരോള് കഴിഞ്ഞ് തിരിച്ചു പോയാ മിക്കവാറും ജയിലിൽ തന്നെ ആയിരിക്കും എന്റെ അവസാനം. ഇനിയൊരു പരോൾ എനിക്കുണ്ടാവില്ല.
കുറച്ചധികം അസുഖങ്ങളുണ്ട്. ജയിലിലെ മർദ്ദനത്തിനിടയ്ക്ക് ഒരു ഭാര്യയിൽ ഫ്രാക്ചറായി. പലപ്പോഴും ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്റെ അവസാനം അടുത്തു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ചില കാര്യം പറയണമെന്നുണ്ട്. അതിനാ ഞാനിങ്ങോട്ട് വന്നത്. ഇനി ചിലപ്പം നിങ്ങളെ ആരെയും കാണാൻ പറ്റിയെന്ന് വരില്ല.